9th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്ററായ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന അധ്യായത്തിലെ വിലയിരുത്തൽ ചോദ്യങ്ങളും മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏത്, അത് കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളും അത് എങ്ങനെയാണ് അതിൻ്റെ ആൻസറിങ് ചെയ്യണം എന്ന കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ എലമെന്റ്സ് വിച്ച് ആർ അണ്ടർലൈൻഡ് ഇൻ ദ കോമ്പൗണ്ട്സ് ഗിവൻ ബിലോ. എമംഗ് ദീസ് find out the elements which show variable oxidation numbers. Hint: oxidation number oxygen equal to -2, chlorine equal to -1 and potassium equal to +1. അതായത് താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അടിവരയിട്ടിരിക്കുന്ന മൂലകങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇതിലെ ഏതൊക്കെ മൂലകങ്ങളാണ് വ്യത്യസ്ത ഓക്സിഡേഷൻ നമ്പറുകൾ കാണിക്കുന്നത് എന്നാണ് ചോദ്യം. അതുപോലെ ഓക്സിഡേഷൻ നമ്പർ ഓക്സിജന്റെ -2 ആണ്, ക്ലോറിൻ്റെ -1 ആണ്, പൊട്ടാസ്യത്തിൻ്റെ +1 ആണ്. നമുക്കിതിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം MnO2, അതായത് മാംഗനീസ് ഡയോക്സൈഡ്. അപ്പോൾ ഈ മാംഗനീസ് ഡയോക്സൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, മാംഗനീസ് ഡയോക്സൈഡ് എന്ന സംയുക്തത്തിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കണ്ടെത്തേണ്ടത്. കാരണം അതാണ് അടിവരയിട്ടിരിക്കുന്നത്, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഒരു സംയുക്തം ഒരു കോമ്പൗണ്ടിൻ്റെ തന്മാത്രയിൽ അഥവാ മോളിക്യൂളിൻ്റെ അതിലുള്ള എലമെൻ്റൽ ആറ്റംസിൻ്റെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ആ കോമ്പൗണ്ട് മോളിക്യൂളിന് എന്തില്ല? ചാർജ് ഇല്ല, ചാർജ് 0 ആയിരിക്കും. അതായത് MnO2 മാംഗനീസ് ഡൈ ഓക്സൈഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ 2 മൂലക ആറ്റങ്ങളുണ്ട്, ഒന്ന് മാംഗനീസും 2 ഓക്സിജനുമാണ്. അപ്പോൾ ഇതിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഓക്സിജൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ മൊത്തം എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ തുക എത്ര വരും? അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എത്ര വരും? ഒരെണ്ണത്തിന്റെ -2, അപ്പോൾ 2 ഓക്സിജന്റെ -4. ഇനി ടോട്ടൽ കൂട്ടുമ്പോൾ, മാംഗനീസിനും കൂടെ കൂട്ടുമ്പോൾ തുക എത്ര വരണം? 0 വരണം. അപ്പോൾ -4നോട് കൂടി എത്ര കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും? +4 ചേർക്കണം. അപ്പോൾ എത്ര മാംഗനീസേ ഉള്ളൂ? ഒരു മാംഗനീസേ ഉള്ളൂ. അപ്പോൾ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +4. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ Mn2O7 ആണ്. ഇവിടെയും Mn2O7 2 മൂലകാറ്റങ്ങളുള്ളത്. ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക സംയുക്ത തന്മാത്രയിൽ കോമ്പൗണ്ട് മോളിക്യൂളിൽ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം അതിന് ചാർജ് ഇല്ല. ഓക്സിജന്റെ -2 ആണ്. അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട്? O7. 7 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഒരു ഓക്സിജന്റെ -2, അങ്ങനെ 7 ഓക്സിജൻ ആറ്റങ്ങളുടെ തുക എത്രയായിരിക്കും? -2 അങ്ങനെ 7 പ്രാവശ്യം എടുക്കുമ്പോൾ -14. അപ്പോൾ ഈ -14നോട് അതേ സംഖ്യ എതിർചിഹ്നമുള്ള -14നോട് +14 കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അപ്പോൾ -14 +14 ചേർക്കണം, +0 കിട്ടുള്ളൂ. അപ്പോൾ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +14. പക്ഷെ എത്ര മാംഗനീസ് ഉണ്ട്? Mn2, 2 മാംഗനീസ് ഉണ്ട്. അപ്പോൾ ഒരു മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 2 മാംഗനീസിന്റെ +14. അപ്പോൾ ഒരു മാംഗനീസിന്റെ +14 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? +7 ആയിരിക്കും. ഓക്കെ, ഗുഡ്. അടുത്തത് K2Cr2O7 പൊട്ടാസ്യം ഡയക്രോമേറ്റ്. ഇതിന്റെ പ്രത്യേകത, ഇതിൽ 3 മൂലക ആറ്റങ്ങളുണ്ട്, എലമെന്റൽ ആറ്റംസ് ഓഫ് എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. 1 K പൊട്ടാസ്യം, 2 Cr അതായത് ക്രോമിയം, 3 ഓക്സിജൻ, 3 എണ്ണമുണ്ട്. പൊട്ടാസ്യം എത്രയാണ്? +1 ആണ്. അപ്പോൾ 2 പൊട്ടാസ്യത്തിന്റെ എത്ര വരും? ഒരെണ്ണത്തിന്റെ +1, അപ്പോൾ 2 പൊട്ടാസ്യത്തിന്റെ വരുമ്പോൾ +2 വരും. ഓക്സിജന്റെ -2 ആണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 ഓക്സിജന്റെ ഒരെണ്ണത്തിന്റെ -2, 7 ഓക്സിജന്റെ -14. അപ്പോൾ ഈ നമുക്ക് അറിയാവുന്ന 2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ തമ്മിൽ കൂട്ടുക. പൊട്ടാസ്യത്തിന്റെ +2ഉം O7ന്റെ -14 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
+2 പ്ലസ് -14. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. +2 -14 കൂടെ കൂട്ടുമ്പോൾ -12 കിട്ടും. ഇനി എന്ത് ചെയ്യണം? മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്പറുകളുടെ തുക എത്രയായിരിക്കണം? 0 ആയിരിക്കണം. കാരണം ക്രോമിയം അതിലുണ്ട്. അപ്പോൾ -0 ആക്കാൻ വേണ്ടി -12 കൂടി +12 ആഡ് ചെയ്യുക. അപ്പോൾ +12 എന്നുള്ളത് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പക്ഷെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ ഒരു ക്രോമിയത്തിന്റെ +12 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും, +6. അപ്പോൾ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6. വെരി ഗുഡ്. അടുത്ത കോമ്പൗണ്ട് KCrO3. അതിൽ K+1 ആണ്. O3 ഒരെണ്ണത്തിന്റെ -2, അപ്പോൾ O3യുടെ -6 ആണ്. +1 -6 കൂടെ ആദ്യം കൂട്ടുക. അറിയാവുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ തുക ഇടുക. +1 -6 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -5. ഇനി അത് 0 ആക്കാൻ വേണ്ടി എത്ര വേണം? +5. ആ +5 ആണ് നമുക്ക് അറിയില്ലാത്ത എലമെന്റിന്റെ അല്ലെങ്കിൽ മൂലകാറ്റത്തിന്റെ ഓക്സിഡേഷൻ. അതേതാണ്? ക്രോമിയം. ക്രോമിയം എത്ര എണ്ണം ഉള്ളൂ? ഒരെണ്ണം. അപ്പൊ Crന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +5. അടുത്ത MnCl2. Cl എത്രയാണ്? -1. അങ്ങനെ എത്ര Cl ഉണ്ട്? 2 എണ്ണം. അപ്പോൾ -2. പിന്നെ രണ്ടാമത്തെ മൂലകാറ്റ് ഏതാണ്? മാംഗനീസ് ആണ്, Mn ആണ്. അപ്പോൾ -2 കൂടി +2 ചേർക്കുക. അപ്പോൾ 0 ആയി. അപ്പോൾ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +2. കാരണം ഒരു മാംഗനീസേ ഉള്ളൂ. അടുത്ത MgO. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. എത്ര ഓയോ ഉള്ളൂ? ഒരെണ്ണം. അപ്പോൾ അതിനോട് എത്ര കൂട്ടണം? +2 കയറുക. കാരണം ഒരു മാംഗനീസേ ഉള്ളൂ, ഒരു മൂലകാറ്റം ബാക്കിയുള്ളൂ, മാംഗനീസ്. അപ്പോൾ -2 കൂടി +2 ചേർക്കുക. അപ്പോൾ +2 ആയിരിക്കും മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്ത MgCl2. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, 2 ക്ലോറിന്റെ -2. അടുത്തത് മഗ്നീഷ്യം മാത്രമേ ഉള്ളൂ. -2 കൂടി എന്ത് ചെയ്യുക? +2 ചേർക്കുക. അപ്പോൾ +2 എന്നുള്ളത് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അടുത്ത Al2O3. ഓക്സിജന്റെ എത്രയാണ്? -2. അപ്പോൾ 3 ഓക്സിജന്റെ -6. അടുത്ത അലൂമിനിയം മാത്രമേ ഉള്ളൂ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ -6 കൂടി 0 ആക്കാൻ വേണ്ടി +6 ചേർക്കുക. ഈ +6 എന്ന് പറഞ്ഞാൽ എത്ര അലൂമിനിയത്തിന്റെയാണ്? 2 അലൂമിനിയത്തിന്റെ. അപ്പോൾ ഒരു അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ഡിവൈഡഡ് ബൈ 2 +3 ആയിരിക്കും. അതുപോലെ AlCl3. ക്ലോറിന്റെ -1 ആണ്. 3 ക്ലോറിന്റെ എത്ര വരും? -3. കാരണം ബാക്കി അലൂമിനിയം മാത്രമേ ഉള്ളൂ. -3 +3 ചേർക്കുക, 0 ആയി. എത്ര അലൂമിനിയം ഉള്ളൂ? ഒരു അലൂമിനിയം. അപ്പോൾ ആ ഒരു അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +3 എന്ന് കാണാനായിട്ട് സാധിക്കും. തന്നിരിക്കുന്ന കോമ്പൗണ്ട് മോളിക്യൂൾസിൽ അല്ലെങ്കിൽ സംയുക്തങ്ങളുടെ തന്മാത്രകളിൽ MnO2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്പർ +4 ആണ്. Mn2O7 മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. MnCl2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്ത അല്ലെങ്കിൽ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു എലമെന്റ് Mn ആണ്, മാംഗനീസ് ആണ്. അതുപോലെ തന്നെ K2Cr2O7 Crന്റെ അതായത് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6ഉം KCrO3 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5ഉമാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ക്രോമിയം അഥവാ Cr ആണ് എന്ന് കാണാം. ബാക്കി മൂലകങ്ങളൊന്നും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: സം അപ്പാരറ്റസ് ആൻഡ് കെമിക്കൽസ് ആർ ഗിവൺ. അപ്പാരറ്റസും കെമിക്കൽസ് ഇതൊക്കെയാണ്: സിങ്ക് മെറ്റൽ, മഗ്നീഷ്യം മെറ്റൽ, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാൽഷ്യം കാർബണേറ്റ്, ടെസ്റ്റ് ട്യൂബ്, വാട്ടർ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ: ഡിസൈൻ ആൻ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദാറ്റ് ദ നേച്ചർ ഓഫ് റിയാക്ടൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അതായത് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അഭികാരങ്ങളുടെ സ്വഭാവം എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം നിങ്ങൾ ക്രമീകരിക്കുക, അല്ലെങ്കിൽ സജ്ജീകരിക്കുക, അല്ലെങ്കിൽ അത് തയ്യാറാക്കുക. 2 ബി ക്വസ്റ്റ്യൻ: റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻസ്. ഈ രാസപ്രവർത്തനത്തിന്റെ സമവാക്യം, സമീകൃത സമവാക്യം എഴുതുക. സി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. രാസപ്രവർത്തന വേഗത്തിന്റെ ഒരു എക്സ്പ്രഷൻ അതെങ്ങനെയാണ് സൂചിപ്പിക്കേണ്ടതെന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡിസൈൻ എ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദ നേച്ചർ ഓഫ് റിയാക്ടൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അഭികാരങ്ങളുടെ സ്വഭാവം രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പരീക്ഷണം നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബുകളിലും
തുല്യ വ്യാപ്തം ഈക്വൽ വോളിയം ഡൈലൂട്ട് HCl എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിലേക്ക് തുല്യ ഈക്വൽ മാസ് സിങ്കും മഗ്നീഷ്യവും, ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സിങ്കും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ മഗ്നീഷ്യം ലോഹവും തുല്യ ഈക്വൽ മാസ് ഇടുക. എന്നിട്ട് രണ്ടിന്റെയും രാസപ്രവർത്തന വേഗം നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക, സ്പീഡ് ഓഫ് റിയാക്ഷൻ നിരീക്ഷിക്കുക. അപ്പൊ ഏതിലായിരിക്കും വേഗത്തിൽ രാസപ്രവർത്തനം നടക്കുന്നത്? മഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിലായിരിക്കും വേഗത്തിൽ രാസപ്രവർത്തനം നടക്കുന്നത്. സിങ്ക് ഇട്ട ടെസ്റ്റ് ട്യൂബിലെ രാസപ്രവർത്തന വേഗം, സ്പീഡ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഓഫ് റിയാക്ഷൻ കുറവായിരിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ രണ്ടിലും ഉണ്ടാകുന്ന ഒരു വാതകം ഉണ്ടാകുന്നുണ്ട്. ആ വാതകം ഏതാണ്? ഹൈഡ്രജൻ വാതകമാണ്. ഉണ്ടാകുന്ന ഹൈഡ്രജൻ വാതകത്തെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? കത്തിച്ച് അണച്ച ഒരു തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ ഒരു പോപ്പ് സൗണ്ടോട് കൂടി അത് കത്തുന്നതായിട്ട് കാണാം. അങ്ങനെ പോപ്പ് സൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ ഉണ്ടായിരിക്കുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. വളരെ വേഗത്തിൽ കത്താനുള്ള ശ്രമത്തിലാണ് ആ പോപ്പ് സൗണ്ട് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻസ്. എന്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ സിങ്കു ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് എങ്ങനെയാണ്? Zn പ്ലസ് 2HCl gives ZnCl2 പ്ലസ് H. മഗ്നീഷ്യവുമായിട്ട് അതേ റിയാക്ഷൻ ഇക്വേഷൻ തന്നെയാണ്. Mg പ്ലസ് 2HCl gives MgCl2 പ്ലസ് H. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അഭികാരങ്ങളുടെ സ്വഭാവം. That is here the nature of reactant influence the rate or speed of reaction എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇവിടെ മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, അതായത് രാസപ്രവർത്തന വേഗം എങ്ങനെ സൂചിപ്പിക്കുക. സാധാരണ നമുക്ക് ഇത് പരീക്ഷയ്ക്ക് ഉള്ള ഭാഗമല്ല, എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് എന്ന് പറയാം. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് any one of the reactant consumed by the time taken for that reaction. അതായത് അഭികാരങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ച് തീർന്ന അഭികാരകത്തിന്റെ അളവ് ബൈ അത് തീരാനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഉണ്ടായ ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെ അളവ് ബൈ അതുണ്ടാകാൻ എടുത്ത സമയം. ഇങ്ങനെയാണ് ഈ രാസപ്രവർത്തന വേഗം അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ രേഖപ്പെടും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ദി എക്സ്പെരിമെന്റ്സ് കണ്ടക്ടഡ് ബൈ 2 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. 2 കുട്ടികൾ നടത്തിയ പരീക്ഷണമാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമ്പർ 1. ഫസ്റ്റ് കുട്ടി നടത്തിയ പരീക്ഷണം എന്താണ്? 2 ml sodium thiosulfate solution is taken in a test tube, heated, and to it 2 ml HCl solution is added. 2 ml sodium thiosulfate solution ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു, അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. ഇനി എക്സ്പെരിമെന്റ് 2, അതായത് രണ്ടാമത്തെ കുട്ടി നടത്തിയ പരീക്ഷണം. 2 ml sodium thiosulfate solution is taken in a test tube and to it 2 ml of HCl solution is added. അതായത് 2 ml sodium thiosulfate solution ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ചൂടാക്കാതെ തന്നെ അതിലേക്ക് 2 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ചേർക്കുന്നു. 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എ, ഇൻ വിച്ച് എക്സ്പെരിമെന്റ് ഇസ് ദ precipitate formed quickly, justify your answer. ഇതിലെ ഏത് പരീക്ഷണത്തിലാണ് വളരെ പെട്ടെന്ന് അവശിപ്തം ഉണ്ടായത്? ഇതിന്റെ കാരണം വിശദമാക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് അവശിപ്തം ഉണ്ടായത് ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും വളരെ പെട്ടെന്ന് അവശിപ്തം ഉണ്ടാകുന്നത്. ആ അവശിപ്തം മഞ്ഞ അവശിപ്തമാണ്, അല്ലെങ്കിൽ യെല്ലോ precipitate ആണ്. ഈ യെല്ലോ precipitate എന്ന് പറയുന്നത് സൾഫർ ആണ് എന്നാണ് നമുക്കറിയാവുന്നതാണ്. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഓർ ഹീറ്റ് എനർജി ഇൻക്രീസസ്, ദ കൈനറ്റിക് എനർജി ഓഫ് ദ റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻക്രീസസ്, so that the energy possessed by the molecules becomes more than the threshold energy. So the energy possessed, the threshold energy or above threshold energy, the collision between the molecules, reactant molecules, becomes effective collision. As the number of effective collisions becomes more, the rate of reaction becomes more. അതായത് ചൂടാക്കുമ്പോൾ അഭികാരക തന്മാത്രകളുടെ എനർജി കൂടുകയും ത്രെഷോൾഡ് എനർജിയും അതിൽ കൂടുതൽ എനർജിയുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുകയും ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ഇപ്രകാരം ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുമ്പോൾ രാസപ്രവർത്തന വേഗവും കൂടുന്നു. അതുകൊണ്ടാണ് ഇവയുടെ ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലെ രാസപ്രവർത്തന വേഗം കൂടുന്നതിന് കാരണം. ഇനി ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്നത് Na2H2O3 പ്ലസ് 2HCl gives 2NaCl പ്ലസ് H2O പ്ലസ് SO2 പ്ലസ് S. ഇതാണ് ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ, അതായത് സമീകൃത
രാസസമവാക്യം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് സം മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ദ ലബോറട്ടറി ആർ ഗിവൺ ബിലോ. അതായത് പരീക്ഷണശാലയിൽ ലഭ്യമായ ചില മെറ്റീരിയൽസ് ആണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. മഗ്നീഷ്യം റിബൺ, മാർബിൾ പൗഡർ, മാർബിൾ പീസസ്, ഡയലൂട്ട് HCl, കോൺസെൻട്രേറ്റ് HCl. മഗ്നീഷ്യം റിബൺ, മാർബിൾ പൗഡർ, മാർബിളിന്റെ കഷ്ണങ്ങൾ, നേർപ്പിച്ച HCl, ഗാഢ HCl. രണ്ട് സബ് ക്വസ്റ്റ്യൻ. എ, വിച്ച് മെറ്റീരിയൽസ് വിൽ യു ചൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മോർ CO2 ഇൻ ലെസ് ടൈം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഏതെല്ലാം വസ്തുക്കളാണ് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കുക. അപ്പൊ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് അഭികാരങ്ങളുടെ പ്രതല പരപ്പളവ്, ദാറ്റ് ഈസ് സർഫസ് ഏരിയ ഓഫ് ദ റിയാക്ടന്റ്. സെക്കൻഡ് തിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. അപ്പൊ ഒന്ന് നമുക്ക് കോൺസെൻട്രേറ്റഡ് HCl എടുക്കാം. രണ്ട് പ്രതല പരപ്പളവ് കൂടെ മാർബിൾ പൗഡർ, മാർബിൾ പീസസ് ഉണ്ട്. അപ്പൊ മാർബിൾ പൗഡർ എടുക്കുന്നതായിരിക്കും നല്ലത്. സോ വി ആർ ചൂസിങ് മാർബിൾ പൗഡർ ആൻഡ് കോൺസെൻട്രേറ്റ് HCl. അപ്പോൾ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് CaCO3 + 2HCl gives CaCl2 + H2O + CO2. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കും. അപ്പോൾ ഈ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓർഡർലെസ് ആൻഡ് കളർലെസ് ഗ്യാസ് ആണ്. നിറമോ മണമോ അതിനില്ല. അതുകൊണ്ട് അത് തിരിച്ചറിയാനായിട്ട് കത്തിച്ച് ഒരു തീപ്പെട്ടിക്കൊള്ളി ഇതിന്റെ ടെസ്റ്റിന്റെ മൗത്തിൽ കാണിച്ചാൽ, വായ്ഭാഗത്ത് കാണിച്ചാൽ വളരെ പെട്ടെന്ന് തീപ്പെട്ടിക്കൊള്ളി എന്ത് ചെയ്യുന്നു, കെട്ടുപോകുന്നു. കാരണം അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് തീ കത്താൻ സഹായിക്കുന്നില്ല, കെടുത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ്. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം അറിയുന്നതിന് ഈ രീതിയിൽ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് നോക്കാം. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ ബിലോ. തന്നിട്ടുണ്ട്. C plus O2 gives CO2, CH4 plus 2O2 gives CO2 plus 2H2O, അതുപോലെ N2 plus O2 gives NO, CaCO3 gives CaO plus CO2, then H2 plus I2 gives HI, Fe plus 2HCl gives FeCl2 plus H2, then CO2 plus C is equal to CO. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന രാസ സമവാക്യങ്ങൾ. മൂന്ന് സബ് ക്വസ്റ്റ്യൻ. എ, which of these are balanced equation? ഇതിൽ ഏതൊക്കെയാണ് സമീകൃത രാസ സമവാക്യങ്ങൾ? then balance the unbalanced equation. സമീകൃതമല്ലാത്ത സമവാക്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. സി, which among these are redox reaction? ഇതിൽ റിഡോക്സ് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? അതായത് ഓക്സീകരണവും നിരോക്സീകരണം ഒരുമിച്ച് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റിലേക്ക് പോവാം. ഇതിൽ ബാലൻസ്ഡ് അഥവാ സമീകൃത രാസ സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേല് C plus O2 gives CO2. അപ്പോൾ രണ്ട് വശത്തുമുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സംരക്ഷണ നിയമം അനുസരിച്ച്, ലവോസിയയുടെ മാസ് സംരക്ഷണ നിയമം അനുസരിച്ച് ഇടതുഭാഗത്തുള്ളതും വലതുഭാഗത്തും ഉള്ളത്, അതായത് റിയാക്ടന്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മൂലക ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, the number of atoms of elements on reactant side and product side should be equal. തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കാർബൺ നമുക്ക് രണ്ട് വശം നോക്കാം. C plus O2 gives CO2. അപ്പോൾ രണ്ട് വശത്തുമുള്ള കാർബൺ, അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പോൾ രണ്ട് വശത്തുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ഇടതുവശത്തുള്ള കാർബൺ 1, വലതുവശത്തുള്ള കാർബൺ 1 തന്നെ. അപ്പോൾ അത് തുല്യമാണ്. ഓക്സിജൻ ഇടതുവശത്ത് 2 എണ്ണം ഉണ്ട്, വലതുവശത്തും 2 എണ്ണം ഉണ്ട്. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, രാസ സമീകൃത സമവാക്യമാണ്. അടുത്തതിലേക്ക് CH4 plus 2O2 gives CO2 plus 2H2. അതിൽ കാർബൺ ഇടതുവശത്ത് അഭികാരക സൈഡിൽ 1, വലതുവശത്ത് ഉൽപ്പന്ന സൈഡിലും 1 തന്നെ. H4 4 ഹൈഡ്രജൻ ഉണ്ട്, 2H2O. അപ്പോൾ 2H2O എന്ന് പറഞ്ഞാൽ H2O H2O 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 2 വാട്ടർ മോൾ എടുക്കുമ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാണ്. 2O2 2O2 എന്ന് പറഞ്ഞാൽ O2 അപ്പോൾ 4 ഓക്സിജൻ ഉണ്ട്. CO2 2 ഓക്സിജൻ ഉണ്ട്. 2 H2 എടുക്കുമ്പോൾ H2 അതിൽ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇടതുവശത്തും വലതുവശത്തുമുള്ള, അതായത് അഭികാരക സൈഡിലും ഉൽപ്പന്ന സൈഡിലും റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള ഓക്സിജൻ ആറ്റങ്ങൾ 4 വീതമാണ്. അപ്പോൾ അതും തുല്യമാണ്. അടുത്ത N2 plus O2 gives 2NO. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 നൈട്രജൻ, റൈറ്റ് സൈഡിൽ ഉൽപ്പന്ന സൈഡിൽ NO 1 നൈട്രജൻ ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ്ഡ് അല്ല. O2 ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ 1 ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ ഇടതുവശത്ത് നൈട്രജൻ 2 ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട്. പക്ഷെ വലതുവശത്ത് നൈട്രജൻ 1, ഓക്സിജൻ 1 ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ആയ NOന്റെ മുമ്പിൽ എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ബാലൻസ്ഡ്? N2 plus O2 gives 2NO എന്ന് വേണം നമുക്ക് എഴുതാനായിട്ട്. നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. CaCO3 gives CaO plus CO3 എന്ന് പറഞ്ഞാൽ Ca കാൽഷ്യം, C കാർബൺ, O ഓക്സിജൻ, 3 മൂലക ആറ്റങ്ങളാണ് അതിലുള്ളത്. Ca രണ്ട് വശത്തും തുല്യമാണ്, ഒരു Ca ഉള്ളൂ. C
ഇടതുവശത്ത് ഒരു കാർബൺ, വലതുവശത്തും ഒരു കാർബൺ ഉള്ളൂ. CO2 ഒരു കാർബൺ ഉള്ളൂ. O3 ഓക്സിജൻ 3 ഉണ്ട്. CaO ഒരു ഓക്സിജൻ, CO2 2 ഓക്സിജൻ. അപ്പോൾ വലതുവശത്ത് 3 ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ആറ്റങ്ങളുടെ എല്ലാം തുല്യമാണ്. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഒരു സമീകൃത രാസസമവാക്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ H2 + I2 gives 2HI. ഹൈഡ്രജൻ ഇടതുവശത്ത് 2 ഉണ്ട്. HI ഒരു ഹൈഡ്രജൻ ഉള്ളൂ. I2 ഇടതുവശത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്. വലതുവശത്ത് ഒരു I ഉള്ളൂ. അപ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് ഉൽപ്പന്നമായ പ്രോഡക്റ്റ് HIയുടെ മുമ്പിൽ 2 എന്ന നമ്പർ ഇട്ട് കൊടുത്താൽ ബാലൻസ്ഡ് ആവും. അപ്പോൾ രണ്ട് വശത്തും ഹൈഡ്രജനും ഓക്സിജൻ 2 വീതമാവും. അതായത് H2 + I2 gives 2HI എന്ന് എഴുതിയാൽ മതി. അടുത്ത Fe + 2HCl gives FeCl2 + H. Fe ഇവിടെ ഒരെണ്ണം, റൈറ്റ് സൈഡിലും ഒരെണ്ണം ഉള്ളൂ. 2HCl 2 ഹൈഡ്രജൻ ഉണ്ട്. റൈറ്റ് സൈഡിലും 2 ഹൈഡ്രജൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 2HCl 2 HCl ആണ്, 2 ക്ലോറിൻ ഉണ്ട്. FeCl2 അതിൽ 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇടതുവശത്ത് റൈറ്റ് സൈഡിലുള്ള അയൺ ആറ്റങ്ങളുടെ Feയുടെ എണ്ണം തുല്യമാണ്. ഹൈഡ്രജൻ 2 വീതമുണ്ട്, ക്ലോറിൻ 2 വീതമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാലൻസ്ഡ്. അടുത്ത നെക്സ്റ്റ് CO2 + C gives CO. CO2 + C gives CO. അപ്പോൾ ഇടതുവശത്ത് CO2 ഒരു സിയും സിയിലെ ഒരു സിയും 2 കാർബൺ ഉണ്ട്. പക്ഷെ വലതുവശത്ത് ഒരു കാർബൺ ഉള്ളൂ. CO2 2 ഓക്സിജൻ ഉണ്ട്. വലതുവശത്ത് CO ഒരു ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ ഇടതുവശത്ത് 2 കാർബണും 2 ഓക്സിജൻ ഉണ്ട്. പക്ഷെ വലതുവശത്ത് ഒരു കാർബണും ഒരു ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലതുവശത്തുള്ള COന്റെ മുമ്പിൽ, പ്രോഡക്റ്റിന് മുമ്പിൽ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രണ്ടും 2 കാർബൺ 2 ഓക്സിജൻ ഈക്വൽ ആയിട്ട് തരും. അപ്പോൾ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം? CO2 + C gives 2CO എന്ന് എഴുതണം. അടുത്ത ബാലൻസ് ദി അൺബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബാലൻസ് ചെയ്തിട്ടുണ്ട്. വിച്ച് എമംഗ് ദീസ് ആർ റിഡോക്സ് റിയാക്ഷൻ. ഇതിൽ റിഡോക്സ് റിയാക്ഷൻ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രത്യേകത, എലമെന്റൽ മോളിക്യൂൾസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ്. കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. എല്ലാം കൂടെ കൂട്ടിക്കിട്ട് കഴിഞ്ഞാൽ അതെല്ലാം മൂലക എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 0. നമുക്ക് ഫസ്റ്റ് എടുക്കാം C. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 0. O2 എലമെന്റൽ ആണ്, അത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ കാർബൺ എലമെന്റൽ ആയതുകൊണ്ട്, മൂലകാവസ്ഥയിലായതുകൊണ്ട് 0. O2 മൂലകാവസ്ഥയിലായതുകൊണ്ട് 0. CO2 ഓക്സിജന്റെ -2 ആണ്. അപ്പോൾ 2 ഓക്സിജൻ വരുമ്പോൾ എത്ര വരും? -4 വരും. കാർബൺ എത്ര വരും? +4. അപ്പോൾ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0യിൽ നിന്ന് +4ലേക്ക്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്ത്? കൂടി. അപ്പോൾ കാർബണിന് ഓക്സീകരണവും, ഓക്സിജൻ 0യിൽ നിന്ന് -2ല്. അപ്പോൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയും ചെയ്തു. അപ്പോൾ നിരോക്സീകരണവും റിഡക്ഷൻ സംഭവിച്ചു. സോ കാർബൺ അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് ഓക്സിജൻ അണ്ടർഗോസ് റിഡക്ഷൻ. എന്താണ് കാരണം? കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് കൊണ്ട് ഓക്സീകരണവും, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു, അതായത് അത് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു. സോ ഇറ്റ് അണ്ടർഗോസ് reduction. So here the reduction and oxidation are taking place. So അതുകൊണ്ട് C + O2 gives CO2 എന്ന റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത രണ്ടാമത്തിലേക്ക് വരാം. CH4 + 2O2 gives CO2 + 2H2. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡിന് ഹൈഡ്രജൻ എത്രയാണ്? ഈ കേസിൽ നമ്മൾ നോക്കേണ്ട കേസ് ഹൈഡ്രജൻ -1 ആണ്. ഹൈഡ്രജൻ -1 ആവുമ്പോൾ കാർബൺ എത്രയാണ് വരുന്നത്? കാർബണിന്റെ +4 ആണ്. കാർബൺ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹൈഡ്രജൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിജൻ എലമെന്റൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എത്രയായിരിക്കും? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. CO2 നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, കാർബൺ +4ഉം ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. 2H2O എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഹൈഡ്രജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഓക്സിജൻ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ്? -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? 0യിൽ നിന്ന് -2ലേക്ക്. അപ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4ഉം +4 തന്നെയാണ്, അതിന് മാറ്റമില്ല. പക്ഷെ ഹൈഡ്രജൻ CH4ൽ +1 ആണ്, -1 ആണ്. പക്ഷെ H2Oയില് +1 ആണ്. അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് ചെയ്യണത്? ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുകയാണ്. -1ൽ നിന്ന് +1ലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ്. അപ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു? ഓക്സീകരണവും ഓക്സിജന് നിരോക്സീകരണവും സംഭവിക്കുന്നു. അപ്പോൾ ഓക്സിജന് റിഡക്ഷനും ഹൈഡ്രജന് എന്ത് സംഭവിക്കുന്നു? ഓക്സീകരണവും, അതായത് ഓക്സിഡേഷനും സംഭവിക്കണം. അതുകൊണ്ട് ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണം സംഭവിക്കുന്നുണ്ട്. ഈ രാസപ്രവർത്തനവും ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. N2 + O2 gives NO. N2ന്റെ 0, O2 0, കാരണം എലമെന്റലാണ്. NO ഓക്സിജൻ -2 ആണ്. അപ്പോൾ നൈട്രജൻ എത്രയായിരിക്കണം? +2. അപ്പോൾ നൈട്രജൻ 0യിൽ നിന്ന് +2ലേക്ക്. അപ്പോൾ ഓക്സീകരണം, ഓക്സിജൻ 0യിൽ നിന്ന് -2ലേക്ക്. അപ്പോൾ നിരോക്സീകരണം, റിഡക്ഷൻ. സോ ഇറ്റ് ഈസ് ഓൾസോ എ റിഡോക്സ് റിയാക്ഷൻ. അടുത്ത CaCO3 ഓക്സിജൻ എത്രയാണ്? CaCO3 ഓക്സിജൻ എത്രയാണ്? -6 ആണ്. കാർബൺ എത്രയാണ്? +4. കാൽഷ്യം എത്രയാണ്? Ca എത്രയാണ്? +2. അപ്പോൾ Ca +2, C +4, ഓക്സിജൻ -2. അടുത്ത CaO ഓക്സിജൻ -2, C എത്രയാണ്? Ca എത്രയാണ്? +2. അടുത്ത CO2 ഓക്സിജൻ -2, കാർബൺ എത്രയാണ്? +4. ഓക്കെ, +4. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് മാറ്റമില്ല, +4. കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2, ഓക്സിജൻ -2. അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പറിന് യാതൊരു
മാറ്റമില്ല. അതുകൊണ്ട് ഇവിടെ ഓക്സീകരണമില്ല, നിരോക്സീകരണമില്ല. അതുകൊണ്ട് ഈ റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, CaCO3 ഗീസ് CaO പ്ലസ് CO2 ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. അടുത്ത H2 പ്ലസ് I2 ഗീസ് HI. H2 0 ആയിട്ട് എടുക്കുക, I2 0 ആണ്, കാരണം എലമെന്റ് സ്റ്റേറ്റ് ആണ്. HIയില് I -1ഉം H +1ഉം. അപ്പൊ H2 02 +1. അപ്പൊ ഓക്സീകരണം സംഭവിക്കുന്നു, ഹൈഡ്രജൻ ഓക്സീകരണം സംഭവിക്കുന്നു. H2 0ൽ നിന്ന് -1 റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ രാസപ്രവർത്തനം ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്ത Fe + 2HCl ഗീസ് FeCl2 + H2. Fe 0 ആണ്. അതുപോലെ HCl H +1, Cl -1 ആണ്. FeCl2 Cl -1 ആണ്, Cl2 ആവും -2 വരും. അപ്പൊ Feക്ക് എത്ര വരും? +2 വരും. ഹൈഡ്രജൻ H2 എലമെന്റ് സ്റ്റേറ്റ് ആണ്, അത് 0 ആയിരിക്കും. അപ്പൊ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0ൽ നിന്ന് +2ലേക്ക് പോകുന്നു. അപ്പൊ Feക്ക് എന്ത് സംഭവിക്കുന്നു? ഓക്സീകരണം, അത് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഹൈഡ്രജൻ എന്ത് സംഭവിക്കുന്നു? +1ൽ നിന്ന് 0ലേക്ക് പോകുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു, അതായത് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സംഭവിക്കുന്നു. സോ ദിസ് റിയാക്ഷൻ ഈസ് എന്ത് റിയാക്ഷൻ ആണ്? It is also a redox reaction. അടുത്ത CO2 + C gives CO. CO2ല് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാർബൺ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഓക്സിജൻ -2 ആണ്. അടുത്ത Cയിൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അടുത്ത CO കാർബൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, കാരണം ഓക്സിജൻ -2 ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ കാർബൺ 1ല് 0ൽ നിന്ന് +2ലേക്ക് പോകുന്നു. അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ഓക്സീകരണം. അടുത്ത CO2ലെ കാർബൺ +4ൽ നിന്ന് CO കാർബൺ +2. അപ്പോൾ അത് +4ൽ നിന്ന് +2ലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിരോക്സീകരണം, റിഡക്ഷൻ. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ റിഡോക്സ് റിയാക്ഷൻ അല്ലാത്ത റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CaCO3 ഗീസ് CaO + CO2 മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ മാർബിൾ ആൻഡ് ഡയലൂട്ട് HCl ഇസ് ഗിവൺ. മാർബിളും ഡയലൂട്ട് HCl തമ്മിലുള്ള രാസപ്രവർത്തനം തന്നിരിക്കുന്നു. മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. അതായത് CaCO3 + 2HCl gives CaCl2 + H2O + CO2. രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഹിയർ? ഹൗ ക്യാൻ യു ഐഡന്റിഫൈ ദിസ് ഗ്യാസ്? ഇവിടെ ഉണ്ടാകുന്ന വാതകത്തിന്റെ പേരെന്ത്? ഈ വാതകം നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? വാതകത്തിന്റെ പേര് എന്താണ്? CO2. CaCl2 H2O ഇത് രണ്ടുമല്ല, CO2 കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന് നിറമോ മണമോ ഇല്ല. തിരിച്ചറിയാനായിട്ട് കത്തിച്ച ഒരു തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ മെഴുകുതിരി ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് കെട്ടുപോകും. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കത്താൻ സഹായിക്കുന്ന വാതകമല്ല. അങ്ങനെ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ബി ക്വസ്റ്റ്യൻ: സജസ്റ്റ് എനി 2 ways you would choose to increase the rate of this chemical reaction. Explain the reason. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിന്റെ ഈ കെമിക്കൽ റിയാക്ഷന്റെ വേഗം കൂട്ടാനായിട്ട് രണ്ട് മെത്തേഡുകൾ, രണ്ട് ഫാക്ടേഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ മാർബിൾ ആണ്. അപ്പോൾ മാർബിൾ പൊടിക്കുക. മാർബിൾ പൊടിച്ചാൽ നമുക്ക് ഈ രാസപ്രവർത്തനം വേഗം കൂട്ടാം. അതിന് കാരണം എന്താണ്? പ്രതല പരപ്പളവ് കൂടുമ്പോൾ അല്ലെങ്കിൽ സർഫസ് ഏരിയ കൂടുമ്പോൾ കൊളീഷൻ തിയറി അനുസരിച്ച് ഇഫക്റ്റീവ് കൊളീഷൻ അല്ലെങ്കിൽ ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തനം വേഗം കൂടുകയും ചെയ്യുന്നു. അതാണ് അതിന് കാരണം. രണ്ടാമത്തെ HCl ഡയലൂട്ട് HCl ആണ്. അതിന് പകരം കോൺസെൻട്രേറ്റഡ് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുക. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചാലും കൊളീഷൻ തിയറി പ്രകാരം ഇഫക്റ്റീവ് കൊളീഷൻ അല്ലെങ്കിൽ ബലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തനം വേഗം കൂടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ ചോദ്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ട് ടെസ്റ്റ് ട്യൂബുകളിൽ നിന്ന് ടെസ്റ്റ് ട്യൂബ് A, ടെസ്റ്റ് ട്യൂബ് B. ടെസ്റ്റ് ട്യൂബ് Aയിൽ കോൺസെൻട്രേറ്റ് HCl മഗ്നീഷ്യം ഋണും, ടെസ്റ്റ് ട്യൂബ് Bയിൽ ഡയലൂട്ട് HCl മഗ്നീഷ്യം ഋണുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടിൽ നിന്ന് വരുന്ന വാതകം, ഒരു ഗ്യാസ് പുറത്തു വരുന്നുണ്ട്. ഗ്യാസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ. സോ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എ, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഹയർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഒബ്സർവ്ഡ്? ഏതിലാണ് വേഗത്തിൽ രാസപ്രവർത്തനം നടക്കുന്നത്? അപ്പോൾ കുമിളകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതിലാണ്. ടെസ്റ്റ് ട്യൂബ് Aയിലാണ് കൂടുതൽ വേഗത്തിൽ രാസപ്രവർത്തനം നടക്കുന്നത്. വിച്ച് ഫാക്ടർ അഫക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ? ഇവിടെ ഏത് ഘടകമാണ് ഈ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും മഗ്നീഷ്യം റിബൺ രണ്ടിലും ഉണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഡയലൂട്ട് HCl, ഒന്ന് കോൺസെൻട്രേറ്റ് HCl ആണ്. അപ്പോൾ ഗാഢതയാണ്, ആസിഡിന്റെ ഗാഢതയാണ് അല്ലെങ്കിൽ അഭികാരകത്തിന്റെ ഗാഢതയാണ് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദി ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് കൊളീഷൻ തിയറി. കൊളീഷൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഈ രാസപ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിക്കാനുള്ള കാരണം എന്ന് വിശദീകരിക്കുക. അതായത് കോൺസെൻട്രേഷൻ കൂടുന്തോറും ഗാഢത കൂടുന്തോറും ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും തൽഫലമായി രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് അതുകൊണ്ടാണ് രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നതിന്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: 2Na ഓക്സിഡേഷൻ നമ്പർ 0 Cl2 gives 2NaCl. ഓക്സിഡേഷൻ നമ്പർ വന്നുണ്ട്. സോഡിയത്തിന്റെ 0, ക്ലോറിന്റെ 0, NaCl എന്നയുടെ +1, Clന്റെ -1. സോ ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് എന്നാണ് ചോദ്യം. ഇതിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നത് വിശദീകരിക്കുക. വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ? എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ഫോർമൽ ചാർജ് ഓൺ ആൻ ആറ്റം ഓഫ് ആൻ എലമെന്റ് ഈസ് നോൺ ആസ് ദ ഓക്സിഡേഷൻ നമ്പർ. ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു അയോണിന്റെ
മുകളിലുള്ള അതിൻ്റെ ഫോർമൽ ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് സീറോ എന്തോ ആവട്ടെ, ആ ചാർജിന് പറയുന്ന പേരാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ വിച്ച് എലമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ഇൻ ദിസ് റിയാക്ഷൻ? വൈ? എന്താണ് ഓക്സിഡേഷൻ? ഇത് ഈ രാസപ്രവർത്തനത്തിൽ ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? എന്താണ് ഇതിന് കാരണം? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഓക്സിഡേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ് ചാർജ് കുറയുകയും പോസിറ്റീവ് ചാർജ് കൂടുകയും ചെയ്യുന്നു, അല്ലേ? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ നെഗറ്റീവ് ചാർജ് കുറയുന്നു, പക്ഷേ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ ചാർജിന് എന്തില്ല, വ്യത്യാസമില്ല. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജുകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? അപ്പോൾ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എലമെന്റ് സ്റ്റേറ്റിലാകുമ്പോൾ 0 ആയിരിക്കും, കാരണം അത് ഒരു രാസപ്രവർത്തനത്തിൽ അപ്പോൾ പങ്കെടുക്കുന്നില്ല റിയാക്ടിന്. ഇനി പങ്കെടുക്കാൻ തുടങ്ങുമ്പോൾ 0യിൽ നിന്ന് NaCl ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായി? +1. അതായത് 0യിൽ നിന്ന് +1ലേക്ക് സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ ഹിയർ സോഡിയം അണ്ടർഗോസ് ഓക്സിഡേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വൈ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +1ലേക്ക് കൂടി, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണുകളെ നേടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓക്സിഡേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ Cl2ന്റെ 0 ആണ് എലമെന്റ് സ്റ്റേറ്റിൽ, NaCl -1 ആണ് എന്ന് പറഞ്ഞാൽ NaCl എന്ന കോമ്പൗണ്ട് സംയുക്തം ഉണ്ടാകുമ്പോൾ Cl എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിന് റിഡക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 0യിൽ നിന്ന് -1ലേക്ക് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് കൊണ്ട് ഇവിടെ Cl2വിനാണ് എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. എന്താണ് കാരണം? അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. സോ വിച്ച് എലമെന്റ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ്? വൈ? ഏത് എലമെന്റ് ആണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? അപ്പോൾ സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കേണ്ടത്. സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലോസ് ചെയ്യണം. ആ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ഒരാൾ വേണം. സോ ദ എലമെന്റ് വിച്ച് അണ്ടർഗോസ് റിഡക്ഷൻ, അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഇവിടെ ക്ലോറിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് ക്ലോറിൻ ആയിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അത് ഗെയിൻ ചെയ്യേണ്ടത് ആരാണ്? ക്ലോറിൻ ആണ്. സോ ക്ലോറിൻ ഈസ് ദി ഓക്സിഡൈസിങ് ഏജന്റ്. വിച്ച് എലമെന്റ് ഈസ് റെഡ്യൂസിങ് ഏജന്റ്? അപ്പോൾ ക്ലോറിൻ ആണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. ആ ഗെയിൻ ചെയ്യേണ്ട ഇലക്ട്രോൺ വിട്ടുകൊടുക്കേണ്ട ആൾ ആരാണ്? സോഡിയമാണ്. അപ്പോൾ സോഡിയം ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ സോഡിയം ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ്. സോ ദ എലമെന്റ് വിച്ച് അണ്ടർഗോസ് ഓക്സിഡേഷൻ ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഇവിടെ സോഡിയമാണ് റെഡ്യൂസിങ് ഏജന്റ്. സോ വാട്ട് ഈസ് റിഡോക്സ് റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും, അതായത് ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അത്തരം റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ ആണ്. വെദർ ദിസ് റിയാക്ഷൻ ഇസ് റിഡോക്സ് ഓർ നോട്ട്? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? വൈ? യെസ്, ദിസ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ബിക്കോസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ ആർ ടേക്കിംഗ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നതുകൊണ്ട് ഇത് എന്താണ്? ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും.